അഡ്വക്കേറ്റ് അനിൽകുമാർ നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങളാണ്. അത് കർണാടകത്തിലേതുണ്ട്, മഹാരാഷ്ട്രയിലേതുണ്ട്, കേരളത്തിൽ തന്നെ ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു മറ്റ് പരിശോധനകൾക്ക് ഇല്ല എന്ന്. വോട്ട് കൊള്ള എന്ന് നിങ്ങളൊക്കെ പറയുമ്പോൾ ഭീഷണി വേണ്ട, തോക്ക് ചൂണ്ടണ്ട എന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രതികരണം? കട്ടായിപ്പോയോ? അനിൽകുമാറിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ, മുഹമ്മദ് റിയാസ് മന്ത്രി, ഒപ്പം പി രാജീവ് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി, ഒപ്പം മുൻ മന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ എന്നിവർ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത് എന്നുകൂടി കണ്ടുവരാം. ഓരോ മനുഷ്യനും, ഓരോ പൗരനും ആര് ജനപ്രതിനിധിയാകണം, ആര് നാട് ഭരിക്കണം എന്ന് നിശ്ചയിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ജനവികാരത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ഫലം പാറ്റേൺ വരുന്ന നിലയിലേക്കുള്ള ഒരു പ്രതിഫലനം ഉണ്ടാകണം. അതിന് വഴിയൊരുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സ്വതന്ത്രമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം, നിർഭയമായി പ്രവർത്തിക്കുന്നതായിരിക്കണം, ഭരണ സംവിധാനങ്ങളുടെ ഒരു അനുബന്ധ സ്ഥാപനമായി മാറുന്നു എന്ന ആശങ്ക നമ്മുടെ രാജ്യത്ത് വളരെ ശക്തമാണ്. അല്ല എന്ന് തെളിയിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം അവർക്കുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണം ഞാനിന്ന് പൂർണ്ണമായിട്ട് കേട്ടിരുന്നു. അതൊരു സ്വതന്ത്ര ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്നും വരുന്നൊരു വിശദീകരണമായിട്ടല്ല എനിക്ക് തോന്നിയത്. അത് ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായത്. കാരണം രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ മെറിറ്റിലേക്ക് പോകാതെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് വാസ്തവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് അനിൽകുമാർ, പ്രതിപക്ഷം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയിൽ കണ്ട പ്രശ്നങ്ങൾ, അത് വോട്ട് കൊള്ള എന്ന് നിങ്ങളൊക്കെ വിളിക്കുന്ന കാര്യങ്ങൾ, കർണാടകം, മഹാരാഷ്ട്ര, ഈവൻ കേരളത്തിൽ പോലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുമ്പോൾ, വലിയ ചർച്ചയാകുമ്പോൾ മറ്റ് പരിശോധനകൾക്കില്ല, അന്വേഷണത്തിനില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. വോട്ട് കൊള്ളയും എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ച് വരണ്ട, ഭീഷണി വേണ്ട, തോക്ക് ചൂണ്ടി പേടിപ്പിക്കണ്ട, ആയുധമാക്കണ്ട, വ്യാജ ആരോപണങ്ങൾ വേണ്ട, ഇങ്ങനെ കുറേ കടുത്ത വാക്കുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതായി വന്നിരിക്കുന്നത്. പ്രതികരണം എന്താണ്? നമ്മുടെ രാജ്യം നവഫാസിസത്തിലേക്ക് പോകുന്നുവെന്ന് CPIM വിലയിരുത്തിയപ്പോൾ CPM വല്ലാതെ ആക്ഷേപിച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ CPM തയ്യാറായിരിക്കുന്നുവെന്നാണ് അതിനെ വക്രീകരിച്ചുകൊണ്ട് അക്കാലഘട്ടത്തിൽ പല ആളുകളും പറഞ്ഞത്. പക്ഷെ CPIM എന്താണ് നവഫാസിസത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളായി ഈ ഭരണകൂടത്തിൽ കണ്ടെടുക്കുന്നത് എന്ന് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയത്തിലൂടെ വ്യക്തമായി വിശദീകരിക്കുകയുണ്ടായി. അതിൽ പല ഘടകങ്ങളുണ്ട്. ഒരു ഘടകം നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമായ സംവിധാനങ്ങളായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വതന്ത്ര സംവിധാനമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുന്ന നിലയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നീതിപൂർവ്വം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചോ? ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഏറ്റവും നെറുകെട്ട വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ട് എന്ത് നടപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പ്രധാനമന്ത്രിക്കെതിരെ കൈക്കൊണ്ടത്? തെരഞ്ഞെടുപ്പ് കാലത്ത് നിന്ദ്യമായ വർഗീയ പ്രചാരണം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നൊരു പ്രധാനമന്ത്രിക്ക് യഥേഷ്ടമത് നടത്തിക്കൊണ്ടുപോകാൻ, ചട്ടലംഘനം നടത്താൻ, പ്രത്യക്ഷത്തിൽ തന്നെ ചട്ടലംഘനമെന്ന് തോന്നുന്ന വിധമുള്ള കാര്യങ്ങൾ നടത്താൻ എല്ലാ സഹായവും കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ഇന്ത്യ കണ്ടത്. അതുകൊണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിയുക്തമാണ് എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? രണ്ടാമത് നോക്കൂ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതികൾ നിശ്ചയിക്കുന്നത്
ഇലക്ഷൻ്റെ പ്രഖ്യാപനം. ഇലക്ഷൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് BJP എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ചുള്ള ഷെഡ്യൂളാണ്. നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടമെത്തുമ്പോഴും വർഗീയമായി ഏകീകരണം ഉണ്ടാക്കണം. അപ്പോൾ വർഗീയമായി ഏകീകരണം ഉണ്ടാക്കേണ്ടത് ഏത് ഘട്ടത്തിലാണ്? 7 ഘട്ടത്തിൽ നടക്കുമ്പോൾ, 8 ഘട്ടത്തിൽ നടക്കുമ്പോൾ, 5-ാം ഘട്ടം മുതൽ 4-ാം ഘട്ടം മുതൽ ഇത്തരത്തിലേക്ക് കൃത്യമായൊരു ഏകീകരണം ഉണ്ടാക്കത്തക്ക വിധം ഏകീകരിക്കേണ്ട മണ്ഡലങ്ങൾ കണക്കാക്കി ആ മണ്ഡലങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുക, ആ പ്രദേശങ്ങൾക്ക് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുക, ഒരേ ഡേറ്റിൽ തെരഞ്ഞെടുപ്പ് നടത്തുക. അതിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി വർഗീയവൽക്കരണത്തിലേക്ക് കൊണ്ടുപോവുക. ഇതല്ലേ നരേന്ദ്രമോദിയുടെ ഈ കാലഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത്?